അസ്സലാമു അലൈക്കും. റംസാൻ ആശംസകളോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മൊയ്തീൻ കോയ. ഇത് അബുദാബി വൈറ്റ് പേപ്പർ മീഡിയ സമർപ്പിക്കുന്ന UA എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരായ ഇഫ്താർ വിത്ത് കോയ എന്ന പരിപാടിയുടെ മൂന്നാം ഭാഗം. ഇവിടെ നമ്മൾ അധ്വാനത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിയുന്നവരാണ് പ്രവാസികൾ. ഒരു മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ വിയർപ്പ് വറ്റിത്തീരും മുമ്പ് അവന് അർഹമായ പ്രതിഫലം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരു പരിശുദ്ധ വേദഗ്രന്ഥത്തെ അനുധാവനം ചെയ്യുന്നവരുടെ ആത്മീയ ആഘോഷമാണ് റമദാൻ. നമ്മൾ അധ്വാനത്തെ തിരിച്ചറിയുന്നു, അധ്വാനത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. അതിലൂടെ ലോകത്തോട് നാം വിളംബരം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും മഹാസന്ദേശമാണ്. സ്നേഹവും സമത്വബോധവും നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നിതാ ഈ വിഭവങ്ങൾ നിങ്ങൾക്കായി ചേർത്ത് വയ്ക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും മുഖത്ത് നല്ല പ്രസാദമൊക്കെ ഉണ്ടല്ലോ. നോയമ്പിൻ്റെ ആണ് അല്ലേ? നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? 6 വയസ്സിന് മുമ്പ് തന്നെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അനാഥനായൊരു കുട്ടിയാണ് അദ്ദേഹം. പിന്നെ ഉമ്മയുടെ മരണശേഷം ആരുടെ സംരക്ഷണയിലായിരുന്നു എന്നറിയാമോ? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ്, അതായത് പിതാമഹൻ അല്ലേ, ഉപ്പയുടെ ഉപ്പ. അപ്പോൾ വളരെ അരുമയായ കുട്ടിയാണ് അല്ലേ? എപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് കുട്ടികൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അങ്ങനെ അദ്ദേഹം എത്ര വർഷം അധിക വർഷം നീണ്ടു നിന്നോ അത് ആ സന്തോഷം? ഇല്ല, 2 വർഷം. കഷ്ടിച്ച് 2 വർഷമായപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടു. പിതാമഹനായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. ആ മരണസമയത്ത് അദ്ദേഹം ഒരാളെ അരികിലേക്ക് വിളിക്കുന്നു. ആരാണെന്നറിയാമോ? അബൂ ത്വാലിബ്. ആരാണ് അബൂ ത്വാലിബ്? അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരൻ അല്ലേ? ഇളയച്ചൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ഇളയപ്പ. അദ്ദേഹത്തെ അരികെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ മോൻ്റെ സംരക്ഷണ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം വളരുന്നത്. അബൂ ത്വാലിബ് വളരെ പ്രമുഖനായ ഒരു കച്ചവടക്കാരനാണ്. അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ പല ആളുകളും കച്ചവടക്കാരായിരുന്നു, പലരും ധനികരായിരുന്നു. സ്വന്തം ദേശത്ത് നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് ചരക്കുകൾ കയറ്റി പോവുകയും കൊണ്ടുപോവുകയും വിൽക്കുകയും അങ്ങനെ പണം സമ്പാദിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെ അബൂ ത്വാലിബ് വളർത്തുന്നു അദ്ദേഹത്തെ. ഒരു യാത്രയിൽ ആദ്യമായി അദ്ദേഹം പങ്കെടുക്കുകയാണ്, ഒരു നീണ്ട യാത്രയിൽ. ആര്? നബി തങ്ങൾ. എത്രാമത്തെ വയസ്സിലാണെന്നറിയാമോ? അദ്ദേഹത്തിന് 12ാമത്തെ വയസ്സിൽ. 12 വയസ്സായിരുന്ന സമയത്താണ് ഈ യാത്ര നടക്കുന്നത്. അബൂ ത്വാലിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വണിക സംഘം, ഒരു വാണിജ്യ സംഘം, ഒരു കച്ചവട സംഘം യാത്രയാവുകയാണ്. എവിടേക്കാണ്? സിറിയയിലേക്കാണ്. സിറിയ വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ്. എങ്ങനെയാണ് പോകുന്നത്? ഒട്ടകത്തിൻ്റെ പുറത്ത് അല്ലേ? ഒട്ടകത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ കയറ്റി ഒട്ടകത്തുപുറത്ത് കയറി ഇരുന്ന് അങ്ങനെ മരുഭൂമിയിലൂടെ ഈ വെയിലും താണ്ടിയുള്ള യാത്രകളാണ്. അങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ട് നബിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് 12ാമത്തെ വയസ്സിൽ. അദ്ദേഹം സിറിയയിലേക്ക് ഈ കച്ചവട സംഘത്തിൻ്റെ ഭാഗമായി കൊണ്ട് യാത്ര പോകുന്നു. സിറിയയിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ സംഘത്തോടൊപ്പം ബസറയിലേക്ക് പോകുന്നു. ബസറ വളരെ പ്രസിദ്ധമായ ഒരു വാണിജ്യ നഗരമാണ് അന്ന്. ആ ബസറയിൽ ചെല്ലുന്നു. ബസറയിൽ വെച്ചൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. നബിയുടെ ജീവിതത്തിൽ വളരെ വളരെ നല്ല ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ ബസറ ഉൾപ്പെടുന്ന പ്രദേശം അന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്താണ് ആ പുരോഹിതൻ്റെ പേര്? ബഹീറ. അതെ, ഈ കുട്ടിയെ ബഹീറ കാണുന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടിയെ നിങ്ങൾ വളരെ കരുതണം. കാരണം ഈ പ്രദേശം ജൂതന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ജൂതന്മാർ ഒരു കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ചില സവിശേഷമായ അടയാളങ്ങളോട് കൂടിയ ഒരു കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ. അത്തരത്തിലുള്ള എല്ലാ അടയാളങ്ങളും ഈ കുട്ടിയിൽ വ്യക്തമാണ്.
ഈ കുട്ടി നാളെ ഒരു വലിയ ആളായി തീരേണ്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഈ പ്രദേശത്തുകൂടെയൊക്കെ പെരുമാറുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് ആര് പറയുന്നു? ബഹീറ പറയുന്നു. അദ്ദേഹം ബസ്ര നഗരത്തിൽ പെരുമാറിയിരുന്ന സമയത്ത് കുറേ അതിശയകരമായ സംഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ വൃക്ഷങ്ങൾ പ്രണമിക്കുന്നു, സുജൂദ് ചെയ്യുന്നതും, അതുപോലെ അദ്ദേഹത്തെ കാണുമ്പോൾ ചില വാതിലുകൾ അകന്നു മാറി നിൽക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ പലയിടത്തായി പറയുന്നുണ്ട്. അത്രയും സവിശേഷമായ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ് ആര്? മുഹമ്മദ് നബി തങ്ങൾ അത്ര ചെറുപ്പത്തിൽ തന്നെ. ബസ്രയിലെ ആ സംഭവം വളരെ രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തു പുരോഹിതൻ അദ്ദേഹം അപ്പോഴേ പ്രവചിക്കുകയാണ് ഈ കുട്ടി, അത് അവരുടെ ഗ്രന്ഥത്തിലും ആ കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇപ്പോൾ സമയമായി. അസ്സലാമു അലൈക്കും. وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من أحيا الظلام إلى أن اشتكت قدمه الضر من ورمي وشد من سغب أعشاه وطوى تحت الحجارة كشحا مترفا أدمي وراودته الجبال الشم من ذهب عن نفسه فأرى أيما شممي وأكدت زغده فيها ضرورته إن الضرورة لا تعدو على العصام وكيف تدعو إلى الدنيا ضرورة من لولاه لا تخرج الدنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الأمير النهي فلا أحد أبر في قول لا منه ولا نعمي هو الحبيب الذي ترجى شفاعته بكل هول من الأهوال مقتحم دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم فقى النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمسون غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة فهو الذي تم أمانه وصورته ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم دع ما ادعته النصارى في نبيهم واحكم بما شئت مدحا فيه وتكمي وانسب إلى
حد فيعرب عنه ناطق بفهمي لو ناسبت قدره آياته عظاما أحيا اسمه حين يدعى دارسا الله لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولا نهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه وعلى آله. Trust across generations. UAE Exchange, world's trusted money transferer. ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പോപ്പുലർ കാർഗോ LLC അബുദാബി ഇപ്പോൾ മുസഫ ഐക്യാഡിലും എല്ലാവിധ പാഴ്സലുകളും ഇന്ത്യയിൽ എവിടെയും സുരക്ഷിതമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ. Fatima Supermarket and Department Stores Grand Eid Offer. Buy 2, get 1 free on ready-made textiles, sarees and footwear. Rush now. Offer valid till 31st August at all Fatima Supermarket outlets and Al Bateen Mall. Fatima Hypermarket, Supermarket and Shopping Centers across UAE and Oman. പഞ്ചകർമ്മ ചികിത്സാ വിധികളെ സംബന്ധിച്ചുള്ള പുതിയ ഗവേഷണം വിജയകരം. ആയുർവേദ ചികിത്സാ രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഒയാസിസ് രംഗത്ത്. ഇതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുർവേദ റിസർച്ച് സെന്റർ കൂടിയാണ്. മാത്രമല്ല ഇവിടുത്തെ പരിസ്ഥിതിയുടെ പ്രത്യേകത ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഒയാസിസിലെ ചികിത്സയ്ക്കായി ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ചികിത്സകൾക്കും ചെലവ് കുറവാണ് എന്നുള്ളതാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ.